എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സിലെ. ഇന്ന് എടുക്കാൻ പോകുന്നത് ജൂൺ 2024 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു അനാലിസിസും ഡിസ്കഷനും ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും ഡിസംബർ 3 എക്സാമാണ് BPAG 172. അപ്പോൾ ആർക്കെങ്കിലും നോട്ട്സ് വേണമെങ്കിൽ, ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൻ്റെ നോട്ട്സ് വേണമെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് ബൈ ചെയ്യാവുന്നതാണ്. വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ, നമ്പർ പിൻ ചെയ്ത് വെക്കാം. അതിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് നിന്ന് ഇതിൻ്റെ നോട്ട്സ് ലഭിക്കും. അപ്പോൾ ആ നോട്ട്സും പിന്നെ അതുപോലെ തന്നെ പ്രീവിയസ് ഇയേഴ്സിൻ്റെ പേപ്പേഴ്സ് എല്ലാം ഒന്ന് അനാലിസ് ചെയ്താൽ നല്ല മാർക്ക് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ഒരു സംശയം വേണ്ട. നല്ല എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് സമ്മറി ആയിട്ടുള്ള നല്ല നോട്ട്സാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം അല്ലേ എന്താണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് തന്നെ ഒരു 3 മണിക്കൂർ ടൈമാണുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ടൈം കൊടുത്തിട്ട് വേണം ഓരോ ആൻസേഴ്സും എഴുതാൻ. എല്ലാം 20 മാർക്സ് ആണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഓക്കെ, അറ്റംപ്റ്റ് എനി 5 ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ അബൌട്ട് 400 വേർഡ്സ് ഈച്ച്, സെലക്ടിങ് അറ്റ്ലീസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് സെക്ഷൻ. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് ഈക്വൽ മാർക്സ്. അതായത് ഓരോ സെക്ഷനിൽ നിന്നും 2 ക്വസ്റ്റ്യനുകളിൽ നിന്നും നിങ്ങൾ തിരഞ്ഞെടുക്കണം. അങ്ങനെ 5 ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ എഴുതണം. അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സെക്ഷൻ A1 പോകാം. സെക്ഷൻ 1 ഫസ്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഏതാ? അനലൈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗ്ലോബലൈസേഷൻ, സ്റ്റേറ്റ്, മാർക്കറ്റ് ആൻഡ് സിവിൽ സൊസൈറ്റി. നമുക്കറിയാം ഇത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററാണ്, ബ്ലോക്ക് 1 ഫസ്റ്റ് ചാപ്റ്റർ. അതിൽ ഗ്ലോബലൈസേഷൻ്റെ കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ലേ. പേജ് നമ്പർ 17 ഫസ്റ്റത്തെ ബ്ലോക്കിലെ യൂണിറ്റ് 1 പേജ് നമ്പർ 17 നമുക്ക് ഈ ഒരു ആൻസർ കാണാൻ വേണ്ടി പറ്റുക. ഗ്ലോബലൈസേഷൻ ആൻഡ് ദ സ്റ്റേറ്റ്, ഗ്ലോബലൈസേഷൻ ആൻഡ് ദ മാർക്കറ്റ്. അതിൻ്റെ ഇപ്പുറത്തെ പേജിലായിട്ട് ഗ്ലോബലൈസേഷൻ ആൻഡ് ദ സിവിൽ സൊസൈറ്റി. ഇതാണ് ഈ ഒരു ചോദ്യത്തിന് നമ്മൾ ഉത്തരമായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഗ്ലോബലൈസേഷനെ കുറിച്ചൊന്ന് എന്താ പറയുക, സമ്മറി പോലെ കൊടുക്കുക. എന്താണ് ഗ്ലോബലൈസേഷൻ, വേണമെങ്കിൽ അതിൻ്റെ പേഴ്സ്പെക്റ്റീവ്സും കാര്യങ്ങളൊക്കെ ഒന്ന്, കാരണം 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണല്ലോ, എലാബറേറ്റ് ചെയ്തിട്ട് എഴുതേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചാപ്റ്ററിൻ്റെ ക്ലാസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഈ പാഠം നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിനുശേഷം ഈ പറഞ്ഞ പോയിൻറ്റ്സ്, അതായത് ഗ്ലോബലൈസേഷൻ എങ്ങനെയാണ് ഗവൺമെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തത്, എങ്ങനെയാണ് ഗ്ലോബലൈസേഷനിലൂടെ മാർക്കറ്റിൽ എന്ത് മാറ്റങ്ങൾ വന്നു, ഗ്ലോബലൈസേഷൻ കൂടി സിവിൽ സൊസൈറ്റിയിൽ എന്തൊക്കെ ചേഞ്ച് വന്നു, ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റിയാൽ ഒരു 20 മാർക്സ് സ്കോർ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഞാൻ പേജ് നമ്പർ പറഞ്ഞതല്ലോ, ഫസ്റ്റ് യൂണിറ്റാണ് ബ്ലോക്ക് 1 ഫസ്റ്റ് യൂണിറ്റ്, പേജ് നമ്പർ 17. അത് നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് കാണുക, ക്ലാസ്സിൻ്റെ വീഡിയോ കണ്ട് ഒന്ന് അത് വായിച്ച് നോക്കും കൂടി ചെയ്താൽ ഇത് നല്ല രീതിയിൽ തന്നെ എഴുതാൻ വേണ്ടി പറ്റും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? ഡിസ്കസ് ദ ഓപ്പറേഷണൽ ഫ്രെയിംവർക്ക് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ റോൾ ഓഫ് സ്റ്റേറ്റ് ആക്ടേഴ്സ് ഇൻ ഗവേണൻസ്. അതായത് എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആയിട്ടുള്ളവരുടെ റോൾ എന്താണ്, ഗവേണൻസിൽ അവരുടെ റോൾ എന്താണ്, അതിൻ്റെ പിന്നെ ഓപ്പറേഷണൽ ഫ്രെയിംവർക്ക് എന്താണൊക്കെയാണെന്ന് ചോദിക്കുന്നത്. ഓപ്പറേഷണൽ ഫ്രെയിംവർക്കിനെ കുറിച്ചും റോൾ ഓഫ് സ്റ്റേറ്റ് ആക്ടേഴ്സ്, ഗവേണൻസിൽ സ്റ്റേറ്റ് ആക്ടേഴ്സിൻ്റെ റോൾ എന്താണെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ നമുക്ക് കാണാൻ പറ്റുക യൂണിറ്റ് 3 പേജ് നമ്പർ 38. യൂണിറ്റ് 3 പേജ് നമ്പർ 38. യൂണിറ്റ് 3 ഇതുവരെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ എന്താണെന്ന് ഓർമ്മിച്ചല്ലോ, ഓപ്പറേഷണൽ ഫ്രെയിംവർക്ക് ഓഫ് ഗവേണൻസ് ആൻഡ് റോൾ ഓഫ് സ്റ്റേറ്റ് ആക്ടേഴ്സ്. അപ്പോൾ പേജ് നമ്പർ 38 ആണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഗവേണൻസ് എന്താണെന്ന് പറഞ്ഞല്ലോ, അതിൽ സ്റ്റേറ്റ് ആക്ടേഴ്സിൻ്റെ റോളാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് റഫായിട്ട് ഞാൻ പറഞ്ഞുതരാം. സ്റ്റേറ്റ് ആക്ടേഴ്സിൻ്റെ കീഴിൽ ആരൊക്കെയാണ് വരുന്നത്? ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ വരും അല്ലേ, നിയമം വരും. കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഏറ്റവും സുപ്രീമായിട്ടുള്ളത് ആരാണ്? കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ആരെ പറയാം? കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രീമസി പറയാം. സെക്കൻഡ് ആരാണ് ഗവൺമെൻറ് ആക്ടേഴ്സായിട്ട് വരിക? പാർലമെൻറ്റ് വരും സെക്കൻഡായിട്ട്. അതിലാണ് ലോക്സഭ, രാജ്യസഭ, പിന്നെ അതുപോലെ തന്നെ പ്രസിഡൻറ്റ് കാര്യങ്ങളൊക്കെ അതിലാണ് വരുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ബുക്കിലുണ്ട്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവാണ്. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഓരോ 5 വർഷം കൂടുമ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കുന്നില്ലേ, വോട്ടിലൂടെ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരെയാണ് ഈ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. അവരാണ് അടുത്ത തട്ട്. അതിന് പിന്നെ ആരാണ് വരുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ്. അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് കോമ്പറ്റീറ്റീവ് എക്സാംസിലൂടെ പാസ്സായിട്ട്
ആയിട്ട് ഓരോ റോൾ ഏറ്റെടുക്കുന്ന ആൾക്കാർ, ഇപ്പോൾ ആരെയൊക്കെ ഇപ്പോൾ അത് സിവിൽ സർവൻസ് ഒക്കെ ഇല്ലേ, അവരൊക്കെയാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. അതിനുശേഷം പിന്നെ ആരാണുള്ളത്? സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ഗവേണൻസ്. സ്റ്റേറ്റ് ലെവലിലും ഗവേണൻസ് ഉണ്ട്, ലോക്കൽ ലെവലിലും ഉണ്ട്. സ്റ്റേറ്റ് ലെവലിൽ ഈ ഗവർണർ കാര്യങ്ങളൊക്കെയാണുള്ളത്. ലോക്കൽ ലെവലിലേക്ക് വരുമ്പോൾ പഞ്ചായത്ത്, ഗ്രാമസഭ അതൊക്കെ ഇല്ലേ, അതൊക്കെ ലോക്കൽ ലെവലിൽ ഗവേണൻസിൽ സ്റ്റേറ്റ് ആക്ടേഴ്സിൻ്റെ റോളിലുണ്ട്. അതിനുശേഷം ജുഡീഷ്യറി എന്ന് പറയുന്നത് കോടതിയാണ്, നിയമങ്ങൾ നടപ്പാക്കുക. ആരെങ്കിലും എന്തെങ്കിലും നിയമം ഫസ്റ്റത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ആരെങ്കിലും തെറ്റിക്കുമ്പോൾ അവർക്കുള്ള പണിഷ്മെൻറ്റ് കൊടുക്കുന്ന ജുഡീഷ്യറിയും ഏതിൻ്റെ ആക്ടറാണ്? സ്റ്റേറ്റ് ആക്ടേഴ്സാണ്. അപ്പോൾ ഇത്രയും നമുക്ക് പറയാൻ പറ്റും. അതിൽ തന്നെ നിങ്ങൾക്ക് പേജ് നമ്പർ 41 കുറച്ച് കാര്യങ്ങൾ കാണാം. ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ, സിറ്റിസൺ ചാർട്ടർ, പബ്ലിക് ഹിയറിങ്സ്, ഇത് മൂന്നും എന്താണെന്ന് വെച്ചാൽ, പിന്നെ സോഷ്യൽ ഓഡിറ്റ്, ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഓരോ കൺട്രീസിലെ സിറ്റിസൺസിന് അവർക്ക് എങ്ങനെയൊക്കെയാണ് ഇൻഫർമേഷൻ കിട്ടുന്നത്, അവരെങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങൾ ഇടപെടുന്നത് എന്നുള്ളതിൻ്റെ ടൂൾസാണിത്. അക്കൗണ്ടബിലിറ്റി ടൂൾസാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ അക്കൗണ്ടബിലിറ്റി ടൂൾസ് ചോദിക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ പറയാം? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ, സിറ്റിസൺ ചാർട്ടർ, പബ്ലിക് ഹിയറിങ്സ്, അതുപോലെ തന്നെ സോഷ്യൽ ഓഡിറ്റ്, ഇതൊക്കെ നമുക്ക് അതിലും വേണ്ടി പറയാം. അപ്പോൾ ഈ ഒരു ഭാഗം ഫുള്ളായിട്ടൊന്ന് വായിച്ചു നോക്കുക. ഞാനിപ്പോൾ റഫായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ പേജ് 38, 39, 40, 41 വേണമെന്നില്ല. 41 അക്കൗണ്ടബിലിറ്റി ടൂൾസാണ്. വേണമെങ്കിൽ എലാബറേറ്റ് ചെയ്തിട്ട് എഴുതണമെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് ഉൾപ്പെടുത്തി എഴുതാം. അതിനുശേഷം 42, 43, പിന്നെ 44, ഇതൊക്കെ കൂടി നിങ്ങൾക്ക് ഓർമ്മയിലുള്ള പോയിൻറ്റ്സ് എല്ലാം കൂടി എഴുതുമ്പോഴാണ് നമുക്കൊരു 20 മാർക്കിനനുസരിച്ചിട്ടുള്ള ഒരു ഉത്തരം കിട്ടുക. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ഈ ഒരു ചാപ്റ്ററിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇത് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതാണെന്ന് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതിൽ ചോദിക്കുന്നത് സ്ട്രെങ്തനിങ് ഡെമോക്രസി ത്രൂ ഗവേണൻസ് മെഷേഴ്സ്. എന്തൊക്കെ മെഷേഴ്സിലൂടെയാണ് ഡെമോക്രസിയെ ശക്തിപ്പെടുത്തിയിരിക്കുന്നത്? ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ എന്തൊക്കെ മെഷേഴ്സാണ് ഗവേണൻസ് ഉപയോഗിക്കുന്നത് എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ ഒരുപാട് പ്ലാനും പ്രോഗ്രാമും ഒക്കെയാണ് പറയുന്നത്. നിങ്ങളൊന്ന് ഇരുന്ന് വായിച്ചിട്ട് മനസ്സിലാക്കുക. അതിൽ 5 ഇയർ പ്ലാനിനൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. 5 ഇയർ പ്ലാന്, പിന്നെ അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, അതൊക്കെ ഏതൊക്കെ എന്തിനൊക്കെ കുറിച്ചാണെന്നുള്ളത് അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനൊരു ബ്രീഫായിട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ജസ്റ്റ് ബ്രീഫായിട്ടേ പറയുന്നുള്ളൂ. നിങ്ങൾ നന്നായി ഇരുന്ന് വായിക്കുക. കാരണം 20 മാർക്സിന് നിങ്ങളത് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 20 മാർക്സിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന് മെഷേഴ്സ് എന്ന് പറയുന്നത്? ഫസ്റ്റ്, കുറേ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസും പാർട്ടിസിപ്പേഷനൊക്കെയാണ് ഇതിൻ്റെ മെഷേഴ്സായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുക. ഫസ്റ്റ് CDP പറയുന്നുണ്ട്. CDP എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്, അതുപോലെ നാഷണൽ എക്സ്റ്റൻഷൻ സർവീസസ്, പിന്നെ ബലവന്ത്രായി മെഹ്ത്ത കമ്മിറ്റി. ഓക്കെ, ഇങ്ങനത്തെ പല പ്രോഗ്രാംസും മെഷേഴ്സായിട്ട് നമുക്ക് ഗവേണൻസിൽ കാണാൻ പറ്റും. ഇതൊക്കെ എന്തിനെ ശക്തിപ്പെടുത്തുന്നുണ്ട്? ഡെമോക്രസിയെ ശക്തിപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഒരു 5 ഇയർ പ്ലാൻസ് നമുക്കിത് കാണാൻ പറ്റും. 5 ഇയർ പ്ലാൻസിനെ കുറിച്ച് പറയുന്നുണ്ട് ഈ ഒരു പേജിൽ. എന്തൊക്കെയാണത്? അത് എന്തിനൊക്കെ ഫോക്കസ് ചെയ്യുന്നത്? ഹെൽത്ത്, എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ്, പിന്നെ വുമൺ ലിറ്ററസി, അതായത് സ്ത്രീകൾ പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഒരു 5 ഇയർ പ്ലാൻ നമുക്ക് കാണാൻ പറ്റും. പിന്നെ സെൽഫായിട്ട് ഹെൽപ്പ് ഗ്രൂപ്പ്സ്, അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷൻ, പിന്നെ അതുപോലെ തന്നെ പോവർട്ടി റിഡക്ഷൻ, ലിറ്ററസി ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ഇൻക്ലൂസിവിറ്റി, അതായത് മാർജിനലൈസ്ഡ് ഗ്രൂപ്പിനെ വരെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള പോളിസി മേക്കിങ്, ഇതൊക്കെയാണ് എന്തായിട്ട് വരുന്നത്? മെഷേഴ്സായിട്ട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ 73rd and 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 1992 ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. റൂറൽ പഞ്ചായത്തിനെ ക്രിയേറ്റ് ചെയ്തു, അർബൻ മുനിസിപ്പാലിറ്റിനെ ക്രിയേറ്റ് ചെയ്തു. ഇത് എന്തിനാണ് ക്രിയേറ്റ് ചെയ്തത്? ടു ഇൻക്രീസ് പീപ്പിൾ പാർട്ടിസിപ്പേഷൻ, ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഗ്രാമസഭ പോലെ റിസർവേഷൻ ടാക്സസ് പവേഴ്സ്, DPCC ഒക്കെ വന്നു. പിന്നെ അതുപോലെ തന്നെ ഗവേണൻസ് ഫോർ ട്രൈബൽ കമ്മ്യൂണിറ്റീസിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രോഗ്രാംസ് വന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് അടുത്തതായിട്ട് നിതി ആയോഗിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സർവശിക്ഷ അഭിയാന്, പിന്നെ അതുപോലെ തന്നെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, പിന്നെ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗവൺമെൻറ് സ്കീം. ഓക്കെ,
ഗ്യാരണ്ടി സ്കീം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കേണ്ടത് തന്നെ വരും, കാണാപ്പാഠം തന്നെ ബൈഹാർട്ട് തന്നെ പഠിക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ ഇത് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. കുറച്ച് ടഫായിട്ടുള്ള ഏരിയ ആണ്, പക്ഷേ എല്ലാം ഒന്ന് ശരിക്കും ഇരുത്തി പഠിക്കുകയാണെങ്കിൽ പഠിക്കാൻ പറ്റും. ഇതൊക്കെ എന്ത് ചെയ്യും, ഡെമോക്രസിയെ ഡീപ്പൻ ചെയ്യുന്ന ഗവേണൻസ് മെഷേഴ്സായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഡിസ്ക്രൈബ് ദ ഗവേണൻസ് ചാലഞ്ചസ് ആൻഡ് ദ ചേഞ്ചിങ് റോൾ ഓഫ് ബ്യൂറോക്രസി ഇൻ പ്രസൻറ്റ് എറ. അതായത് ഗവേണൻസിൻ്റെ ചലഞ്ചസ് എന്തൊക്കെയാണ്, പിന്നെ അതുപോലെ തന്നെ ബ്യൂറോക്രസിയിൽ വരുന്ന മാറ്റങ്ങൾ, അവരെങ്ങനെയൊക്കെയാണ് മാറിയത്, ഈ ഒരു നമ്മുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് കാലഘട്ടത്തിൽ ബ്യൂറോക്രസിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, അവരുടെ റോളിൽ എന്തൊക്കെ മാറ്റം വന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇത് നമുക്ക് കാണാൻ പറ്റുന്നത് യൂണിറ്റ് 7 പേജ് 102 കാണാൻ വേണ്ടി പറ്റും. യൂണിറ്റ് 7 ഇതിൻ്റെ ഉത്തരം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. യൂണിറ്റ് 7 102 പേജ് നമ്പർ 102 നോക്കിയാൽ അവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചലഞ്ചസ് ഓഫ് ഗവേണൻസിൽ എന്തൊക്കെ ചലഞ്ചസ് ആണ് വന്നിരിക്കുന്നതെന്ന്. ചലഞ്ചസിൽ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് പേസ് ഓഫ് ഗ്ലോബലൈസേഷൻ ഒരു കീ ചലഞ്ചാണ്. അതായത് ഗ്ലോബലൈസേഷൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ, അതായത് ഇപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫോറിനേഴ്സ് നമ്മുടെ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെന്താണ്, ഒരു ചലഞ്ചാണ് അല്ലേ. അതുപോലെ തന്നെ റാപ്പിഡ് അഡ്വാൻസ്മെൻറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, അതായത് ടെക്നോളജിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ അഡ്വാൻസ് ടെക്നോളജി വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് സൈബർ ക്രൈമും ത്രെറ്റ്സും ഒക്കെ ഉണ്ടാവും സോഷ്യൽ മീഡിയ വഴി. അപ്പോൾ ഇതൊക്കെ ഒരു ചലഞ്ചാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ എന്താ നമുക്ക് പറയാം, ന്യൂ ടൂൾസ് ഓഫ് ഗവേണൻസിൽ വരുന്ന പുതിയ ടൂളുകൾ ഒരു ചലഞ്ചാണ്. അതുപോലെ തന്നെ ഇൻക്ലൂസീവ് പോളിസി വിത്ത് എ മോർ സെൻസ് ഓഫ് അക്കൗണ്ടബിലിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് എക്സ്ക്ലൂഡഡ് സെക്ഷൻ ഓഫ് സൊസൈറ്റി. അതായത് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പോളിസീസ് മേക്ക് ചെയ്യുക എന്നുള്ളതൊരു ചലഞ്ചാണ്. അതുപോലെ തന്നെ വേറെ എന്താ പറയുക, അങ്ങനെ ഒരുപാട് ബിൽഡിംഗ് ന്യൂ സ്കിൽസ് ആൻഡ് കപ്പാസിറ്റി, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ സെക്യൂരിറ്റി ത്രെഡ്സ് പോലുള്ള ഒരുപാട് പിന്നെ ചലഞ്ചസ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ എങ്ങനെയാണ് റോൾ ഓഫ് ബ്യൂറോക്രസി ചേഞ്ച് ചെയ്യുന്നത് ഈ കണ്ടംപററി ടൈമിൽ എന്നും ഇവിടെ നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് നോക്കുക. ദ ബ്യൂറോക്രസി റോൾ മൾട്ടി ഫേസ്ഡ് ബീയിങ് ദ ആർട്ടിക്കുലേറ്റർ ആൻഡ് ഇൻറ്റിഗ്രേറ്റർ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, കൺസലേറ്റർ ആയിട്ട് മാറുന്നുണ്ട്, മീഡിയേറ്റർ, പിന്നെ അഡ്ജുഡിക്കേറ്റർ, കോൺട്രിബ്യൂട്ടർ ഓഫ് എക്സ്പെർട്ടൈസ്, സ്കിൽസ് ആൻഡ് സൊസൈറ്റീസ്, നെറ്റ്വർക്ക് ആൻഡ് സ്ട്രാറ്റജിക് മാനേജറായിട്ട് മാറുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് തരത്തിൽ ബ്യൂറോക്രസിൻ്റെ റോള് ചേഞ്ച് ആകുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക. സോ എല്ലാം കൂടി ഇലാബറേറ്റ് ചെയ്ത് എഴുതുക. ഒരു BPAG 172ൻ്റെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള നോട്ട് കയ്യിലുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അത് അന്നേരം തന്നെ അയച്ചു തരാം. അപ്പോൾ എക്സാമിന് എന്തായാലും ഹെൽപ്ഫുള്ളായിരിക്കും ആ ഒരു PDF ഫയൽ. സോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം കേട്ടോ. അടുത്തതായിട്ട് സെക്ഷൻ 2 വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സെക്ഷൻ 2 ഫസ്റ്റ് തന്നെ വരുന്നത് ഹൈലൈറ്റ് ദ ഇനീഷ്യേറ്റീവ്സ് ഇൻ ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്തൊക്കെ ഇനീഷ്യേറ്റീവ്സ് ആണ് കൊണ്ടുവന്നത് എന്നത് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് യൂണിറ്റ് 8 പേജ് 113 കാണാൻ വേണ്ടി പറ്റും. യൂണിറ്റ് 8 പേജ് 113 അത് നിങ്ങളൊന്ന് എടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആൻസർ കാണാൻ വേണ്ടി പറ്റും. യൂണിറ്റ് 8 ഞാനും എടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് സംസാരിക്കാൻ പറ്റാത്തത്. 113 നമുക്ക് കാണാം ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇനീഷ്യേറ്റ്സ് ഇൻ ഇന്ത്യ. എന്തൊക്കെ ഇനീഷ്യേറ്റീവ്സ് ആണെന്ന് ഈ ഒരു പേജിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൽ ഗവേണൻസിനെ കുറിച്ചും നാഷണൽ ഇൻഫോർമാറ്റിക് സെൻറ്റർ അങ്ങനെ കുറേ കാര്യങ്ങൾ ആ ഒരു പേജിൽ കാണാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്തെ പേജിലേക്ക് വരികയാണെങ്കിൽ 114 റീസെൻറ്റ് ICT ഇനീഷ്യേറ്റീവ്സ്, ഇപ്പോൾ പ്രസൻറ്റ് ടൈമിൽ പല ഇനീഷ്യേറ്റീവ്സ് എടുക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറയാൻ അവിടെ കാണുന്നുണ്ട്. ഡിജിറ്റൽ ഇന്ത്യ ഇനീഷ്യേറ്റീവ്, സ്മാർട്ട് സിറ്റീസ്, പിന്നെ അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. അത് 3 നിങ്ങളൊന്ന് വായിക്കുക, അതിലെന്തൊക്കെയാണ് പറയുന്നത് എന്ന് നോക്കുക. എളുപ്പമാണ്, വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, അതൊന്ന് നോക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യനായിട്ട് വരുന്നത് ഗവേണൻസിൽ മീഡിയയുടെ റോൾ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഈ കണ്ടംപററി ടൈമിൽ എന്ത് റോളാണ് ഗവേണൻസിൽ മീഡിയക്കുള്ളത് എന്നൊരു ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ ആൻസർ യൂണിറ്റ് 9 പേജ് നമ്പർ 126 കാണാൻ വേണ്ടി പറ്റും.
മീഡിയ ആൻഡ് ഗവേണൻസ് എന്നൊരു ടേമിൽ ഗവേണൻസിൽ മീഡിയയുടെ റോൾ എന്താണ്? ഒരു ഗുഡ് ഗവേണൻസ് രാജ്യത്ത് നടക്കണമെങ്കിൽ മീഡിയയുടെ റോള് വലുതാണ് അല്ലേ. അത് എന്തിനൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്? ഹ്യൂമൻ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, അഴിമതിയെ ഇല്ലാതാക്കുന്നുണ്ട്, റൂൾ ഓഫ് ലോനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, ചേഞ്ച് കൊണ്ടുവരുന്നുണ്ട്, പീപ്പിൾ പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യുന്നുണ്ട്, എല്ലാ ഡിസിഷൻ മേക്കിലും ജനങ്ങളെയും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് അല്ലേ. ഡിബേറ്റ് പോലെ നടത്തിയിട്ടും ന്യൂസ് ചാനലിലൊക്കെ നമുക്ക് കാണുന്നില്ലേ ഈ ഡിബേറ്റ് കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഒപ്പീനിയൻ പോളൊക്കെ കാണുന്നില്ലേ. ഇതിലൂടെയൊക്കെ ജനങ്ങളെയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുന്നുണ്ട് മീഡിയ. അപ്പോൾ ഇതൊക്കെ ത്രൂ എന്താണ് നടക്കുന്നത്? ഒരു നല്ലൊരു ഗവേണൻസ് നടക്കുന്നുണ്ട് അല്ലേ. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നില്ലേ. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഒപ്പീനിയൻസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട് മീഡിയ ഉള്ളത് കൊണ്ട്. അതുപോലെ തന്നെ ഇത് എന്തിനേയും കൂടി കൂട്ടുന്നുണ്ട്? സ്റ്റേറ്റിനെ റെസ്പോൺസീവ് ആക്കുന്നുണ്ട്. അതായത് ഗവൺമെൻറ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിന് ഉത്തരം അവർ തരേണ്ടി വരുന്നുണ്ട്. മീഡിയ എന്ത് ചെയ്യുന്നുണ്ട്? അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമ്മൾ കുറേ പ്രസ് മീറ്റൊക്കെ കാണുന്നില്ലേ, അതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെൻറ്റിനെ റെസ്പോൺസീവ്നെസ് കൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഡിബേറ്റ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ കുറേ പോയിന്റ്സ് ആയിട്ട് നമുക്ക് കാണാം. മീഡിയ ആൻഡ് ഡെമോക്രസി, ഇതൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് എഴുതാൻ പറ്റുന്ന പോയിന്റ്സ് ആണ്. മീഡിയ എങ്ങനെയാണ് ഡെമോക്രസിയെ കൂട്ടുന്നത്? അതായത് ജനങ്ങളെ എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഒരു ജനാധിപത്യ രാഷ്ട്രമാക്കിയിട്ട് മാറ്റാൻ മീഡിയേൻ്റെ റോള് വളരെ വലുതാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ ഒരു പാരഗ്രാഫിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. അതൊക്കെ ഇതിൽ എഴുതാം. പിന്നെ അതിനുശേഷം മീഡിയ എന്ത് കൂട്ടുന്നുണ്ട്? പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ കൂട്ടുന്നുണ്ട് അല്ലേ. മീഡിയ എന്ത് ചെയ്യുന്നു? പീപ്പിൾസ് ഇൻവോൾവ്മെൻറ്റ് ഇൻ ദ ഗവേണൻസ്, ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഇൻഫോർമേഷനൊക്കെ മീഡിയ ത്രൂ ആണ് എത്തുന്നത്. നമുക്ക് ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം അറിയണമെങ്കിൽ മീഡിയ അല്ലേ നമുക്കതൊക്കെ എത്തിച്ചു തരുന്നത്. ഗവൺമെൻറ് എന്തെങ്കിലും പോളിസി ഇറക്കുന്നതായാലും ഇനി എന്തെങ്കിലും അഴിമതി നടക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാ ഇൻഫോർമേഷനും ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ സിറ്റിസൺസിന് കിട്ടുന്നത് ഏത് ത്രൂ ആണ്? മീഡിയ ത്രൂ ആണ്. അപ്പോൾ മീഡിയ വലിയൊരു റോൾ തന്നെയാണ് ഗവേണൻസിൽ ചെലുത്തുന്നതെന്ന് പറയാം. ഇനി നമുക്ക് മീഡിയം പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻസ് മീഡിയ ത്രൂ ആണ് ആരിലേക്ക് എത്തുന്നത്? ഗവൺമെൻറ്റിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൽ നിന്നുള്ള ഇൻഫോർമേഷൻ പബ്ലിക്കിലേക്കും എത്തുന്നത് മീഡിയ ത്രൂ ആണ്. പിന്നെ അതുപോലെ തന്നെ മീഡിയ ആൻഡ് അക്കൗണ്ടബിലിറ്റി, അതിൽ നമുക്ക് പറയാം മീഡിയ എന്താണ് ചെയ്യുന്നത്? ഒരു വാച്ച് ഡോഗ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് അല്ലേ. അതായത് എന്തെങ്കിലും ഒരു അഴിമതി നടക്കുമ്പോൾ അതിനെതിരെ വോയിസ് റൈസ് ചെയ്യാനായിട്ട് കാത്തു നിൽക്കുന്ന ഒരു വാച്ച് ഡോഗിനെ പോലെയാണ് മീഡിയ പ്രവർത്തിക്കുന്നത്. ഇതെന്തിനെ കൂട്ടുന്നുണ്ട്? അക്കൗണ്ടബിലിറ്റി കൂട്ടുന്നുണ്ട് അല്ലേ. ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ എന്ത് കാര്യങ്ങളായാലും എന്ത് സർവീസും എന്താണ് ജനങ്ങൾക്ക് ഓപ്പണായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ. ഇനി എന്തെങ്കിലും അഴിമതി നടന്നാൽ ആര് അക്കൗണ്ടബിളാണ്? ഗവൺമെൻറ് അതിന് ഉത്തരം പറയാൻ അക്കൗണ്ടബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ മീഡിയ എന്ത് കൊണ്ടുവരുന്നുണ്ട്? ചേഞ്ച് കൊണ്ടുവരുന്നുണ്ട്. എന്തിലാണ് ചേഞ്ച് കൊണ്ടുവരുന്നത്? ജനങ്ങളുടെ മൈൻഡ് സെറ്റിൽ, അതായത് അവരുടെ പെർസെപ്ഷനിൽ ചേഞ്ച് കൊണ്ടുവരുന്നുണ്ട്. ഒരുപാട് ഡിബേറ്റും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ ഒന്നും അറിയാത്ത ഒരു ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരെ അവരുടേതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആര് ക്രിയേറ്റ് ചെയ്യുകയാണ്? മീഡിയ ത്രൂ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഡിബേറ്റൊക്കെ വെക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഐഡിയാസ് കിട്ടും അല്ലേ, എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഒന്നും അറിയാത്ത ഒരാൾക്ക് തന്നെ പല ഐഡിയാസും അല്ലെങ്കിൽ അവർക്ക് എല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരുടെ മൈൻഡിൽ അല്ലെങ്കിൽ അവരുടെ പെർസെപ്ഷനിൽ ചേഞ്ച് ഉണ്ടാവും. അവർക്കും ഒരു ഒപ്പീനിയൻ വരും. ഓക്കെ, അത് നമുക്ക് പറയാം. പിന്നെ അതുപോലെ തന്നെ മീഡിയ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്, മീഡിയ ജനങ്ങളുടെ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. എന്തെങ്കിലും ഒരു തരത്തിൽ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലൊരു ഹ്യൂമണിന് അവൻ്റെ റൈറ്റ് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാൻ മീഡിയ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് പറയാം? മീഡിയ ആൻഡ് റൂൾ ഓഫ് ലോ, അതായത് എല്ലാവരും നിയമത്തിനെ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് മീഡിയ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മീഡിയ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ബൈ പ്രൊമോട്ടിംഗ് വിജിലൻസ് ഓവർ മെയിൻ്റനൻസ് ഓഫ് അപ്ഹോൾഡിംഗ് റൂൾ ഓഫ് ലോ. എല്ലാവരും നിയമം പാലിച്ചിട്ട് തന്നെ ഈ രാജ്യത്ത് ജീവിക്കണം. അതിന് വേണ്ടിയിട്ട് ആര് പ്രവർത്തിക്കുന്നുണ്ട്? മീഡിയ പ്രവർത്തിക്കുന്നുണ്ട്. അത് ആരെങ്കിലും നിയമം തെറ്റിക്കലാണെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുന്നുണ്ട്, അതിനെപ്പറ്റി ഡിബേറ്റ് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മീഡിയ പ്ലേസ് എ ഹ്യൂജ് റോൾ ഇൻ ഗവേണൻസ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇലാബറേറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഗിവ് ആൻ ഓവർവ്യൂ ഓഫ് സസ്റ്റൈനബിൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഓവർവ്യൂ തരാനാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് യൂണിറ്റ് 11 പേജ് 152 കാണാൻ വേണ്ടി പറ്റും. സസ്റ്റൈനബിൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യം ഡെവലപ്മെൻറ്റിലേക്ക് കുതിക്കുമ്പോൾ, വികസനം നടത്തുമ്പോൾ എന്തായിരിക്കണം? അവിടുത്തെ ജനങ്ങളുടെ കാര്യങ്ങളും കൂടി അവർ പ്രൊട്ടക്റ്റ് ചെയ്യണം അല്ലേ. അതായത് വെറും പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കരുത് ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഒന്ന് ഫോക്കസ് ചെയ്യുന്നത് വെറും പ്രോഫിറ്റ് മാത്രമായിരിക്കരുത്. എന്തും കൂടി ഫോക്കസ് ചെയ്യണം. അവിടുത്തെ ജനങ്ങളുടെ ഇടയിലുള്ള പോവർട്ടിനെ കുറക്കാൻ, പിന്നെ അവരുടെ ഹെൽത്ത്, പിന്നെ അതുപോലെ തന്നെ അവരിൽ
എന്താ പറയുക, ഇൻഇക്വാലിറ്റി ഇല്ലാതാക്കി ആ പ്ലാനറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഡെവലപ്മെൻറ്റ് കൊണ്ടുവരേണ്ടത് എന്നൊരു മോട്ടീവാണ് സസ്റ്റൈനബിൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു ഓവർവ്യൂ ചോദിക്കുമ്പോൾ ആദ്യം നമുക്ക് സസ്റ്റൈനബിൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിനെ കുറിച്ചൊക്കെ എഴുതാൻ പറ്റും. അതിനുശേഷം ഓവർവ്യൂ ആയിട്ട് എന്ത് പറയാം, ഇത് എന്തിനു വേണ്ടിയാണ് കൂടുതൽ പ്രയോറിറ്റി നൽകുന്നത്, പോവർട്ടി റിഡക്ഷൻ, പ്രൊഡക്റ്റീവ് എംപ്ലോയ്മെൻറ്റ്, പിന്നെ സോഷ്യൽ ഇൻ്റഗ്രേഷൻ, എൻവോൺമെൻറ്റൽ റീജനറേഷന്, പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പീപ്പിൾ സെൻട്രിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെയാണ് ആര് ഫോക്കസ് ചെയ്യുന്നത്, സസ്റ്റൈനബിൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നത് അല്ലേ. ദ അറ്റൈൻമെൻറ്റ് ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സസ്റ്റൈനബിൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റെസ്റ്റഡ് അപ്പോൺ സൗണ്ട് ഗവേണൻസ്, ഇക്വിറ്റി, സിൻസിയർ നോർത്ത് സൗത്ത് പാർട്ട്ണർഷിപ്പ്, ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് ആൻഡ് എംപവർമെൻറ്റ് ഓഫ് ദ ഡൗൺ ട്രോഡൺ. അത് ഏറ്റവും താഴെത്തട്ടിലുള്ള ആൾക്കാരെ വരെ എംപവർ ചെയ്തുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിലേക്ക് മുന്നോട്ട് കുതിക്കുന്ന ഒരു രീതിയാണ് സസ്റ്റൈനബിൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റുക എന്നാണ് പറയുന്നത്. അപ്പോൾ പാഠഭാഗം ഞാനിപ്പോൾ പറഞ്ഞ പേജ് നിങ്ങൾ നന്നായിട്ട് വായിക്കുക. അതിൽ കുറേ പോയിൻറ്റ്സ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന പോയിൻറ്റ്സൊക്കെ ഓർത്ത് വെച്ചിട്ട് എലാബറേറ്റ് ചെയ്തിട്ട് എഴുതാൻ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നിട്ടേ ഉള്ളൂ. അത് നിങ്ങൾക്ക് എലാബറേറ്റ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ പറയുന്നത് എക്സാമിൻ ദ ഡയമെൻഷൻ ഓഫ് ഡീസെൻട്രലൈസേഷൻ ആൻഡ് ലോക്കൽ ഗവേണൻസ്. ഡീസെൻട്രലൈസേഷൻ നടക്കുന്നതിൻ്റെ ഡയമെൻഷൻസ്, അതിന് എന്തൊക്കെ ഡയമെൻഷൻസ് ഉണ്ട്, പിന്നെ എന്താണ് ലോക്കൽ ഗവേണൻസ്, അത് രണ്ടും എക്സാമിൻ ചെയ്യാനാണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്. അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് യൂണിറ്റ് 13 പേജ് നമ്പർ 176 നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ഡയമെൻഷൻ ഓഫ് ഡീസെൻട്രലൈസേഷനും അതുപോലെ തന്നെ ലോക്കൽ ഗവേണൻസ് എന്താണെന്നുള്ളതിൻ്റെ നിങ്ങൾക്ക് ഉത്തരം കാണാൻ വേണ്ടി പറ്റും. ഞാനിവിടെ ബ്രീഫായിട്ടൊന്ന് പറഞ്ഞു തരാം. ഈ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ അത് പല തരത്തിലുണ്ട്. അതിൻ്റെ ഡയമെൻഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് പൊളിറ്റിക്കൽ ഡീസെൻട്രലൈസേഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഞാൻ പറഞ്ഞ പേജിൽ നിങ്ങൾക്ക് പൊളിറ്റിക്കൽ ഡീസെൻട്രലൈസേഷൻ കാണാൻ പറ്റും. അതെന്താണെന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ഓഫ് പൊളിറ്റിക്കൽ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഫ്രം ദ സെൻട്രൽ ലെവൽ ഓഫ് ഗവൺമെൻറ് ടു ദ ലോവർ ലെവൽ ഓഫ് ഗവൺമെൻറ്. അതായത് മേൽത്തട്ടിലുള്ള ഗവൺമെൻറ്റിൽ നിന്നും താഴെ തട്ടിലേക്ക് എന്തിനെ കൊടുക്കുക, പൊളിറ്റിക്കൽ പവറിനെ എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് പൊളിറ്റിക്കൽ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ഡീസെൻട്രലൈസേഷൻ ഉണ്ട്. അതെന്ന് പറയുന്നത് ട്രാൻസ്ഫറിങ് ഓഫ് അതോറിറ്റി, റിസോഴ്സസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. എന്തിനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അധികാരത്തിനെ, അതുപോലെ തന്നെ കൺട്രിയുടെ റിസോഴ്സസ്, പിന്നെ അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ഡീസെൻട്രലൈസേഷനിൽ എന്ത് ചെയ്യും, താഴെ തട്ടിലേക്ക് ലോവർ ഒഫീഷ്യൽസിലേക്ക് ഡീസെൻട്രലൈസ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, മൂന്നാമത്തത് എന്താ, ഫങ്ഷണൽ ഡീസെൻട്രലൈസേഷൻ. അതിലെന്താണ്, ട്രാൻസ്ഫറിങ് സബ്ജക്ട് സ്പെസിഫിക് ഫങ്ഷൻസ്. ഒരുപാട് ഫങ്ഷൻസ് ഉണ്ടാവും, ഒരു രാജ്യത്ത് നടക്കേണ്ട പല സ്പെസിഫിക് ഫങ്ഷൻസ് ഉണ്ടാവും. അത് ലോക്കലായിട്ടുള്ള പിന്നെ താഴെ തട്ടിലേക്കുള്ള ഇതിലേക്ക് ടയേഴ്സിലേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, പിന്നെ അടുത്തത് എന്താ, ഫിനാൻഷ്യൽ ഡീസെൻട്രലൈസേഷൻ. ഇവിടെ എന്തായിരിക്കും, പേരിൽ കാണുന്നത് പോലെ തന്നെ ഫൈനാൻസ്, ഫണ്ട്, എക്സ്പെൻഡിച്ചർ, അതുപോലെ തന്നെ ടാക്സേഷൻ, ഇതൊക്കെ എന്താക്കും, ലോക്കൽ ബോഡീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇതിൻ്റെയൊക്കെ പവർ, ഈ പവറൊക്കെ ഈ ഫണ്ട് നോക്കാനും കാര്യങ്ങളിലുള്ള പവർ ലോക്കൽ ബോഡീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ഫിനാൻഷ്യൽ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ലോക്കൽ ഗവേണൻസ്. എന്താ, അത് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ഗവേണൻസിനെ എഫക്റ്റീവായിട്ട് എല്ലാവരിലേക്കും എത്തിക്കാൻ, അതായത് ലോക്കലി ഉള്ള പീപ്പിൾസിനായാലും റൂറൽ ഏരിയാസിലുള്ള പീപ്പിളിലേക്കും ഗവേണൻസ് എഫക്റ്റീവായിട്ട് എത്തിക്കാൻ, പല പോളിസീസും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ, നല്ല രീതിയിൽ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ലോക്കൽ ഗവേണൻസ് അല്ലേ. അതായത് സ്റ്റേറ്റ് ലെവൽ ഗവേണൻസിന് എല്ലാ കാര്യങ്ങളും ഒരുപോലെ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ കഴിയില്ല. ചെറിയ താഴെ തട്ടിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് നേരെ ഹൈ ലെവലിൽ നിൽക്കുന്ന പൊളിറ്റിക്കൽ പവേഴ്സിൽ എത്തിക്കാൻ വേണ്ടി പറ്റില്ല. അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതേപോലെ താഴെ തട്ടിൽ നിൽക്കുന്ന മാർജിനലൈസ്ഡ് പീപ്പിൾ ആയാലും അല്ലെങ്കിൽ റൂറൽ ഏരിയാസിൽ ജീവിക്കുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങളെ നോക്കിയും കണ്ടും അവർക്ക് വേണ്ട കാര്യങ്ങൾ, അവരുടെ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഓരോ പോളിസീസൊക്കെ കൊണ്ടുവരാനായാലും അവരുടെ പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എന്ത് വേണം, ആ നാട്ടിൽ എന്ത് വേണം, ലോക്കൽ ഗവേണൻസ് ആയിട്ട് കുറേ ലോക്കൽ ഗവൺമെൻറ് ബോഡീസ് ഉണ്ടായിരിക്കണം. ഈ ഗ്രാമപഞ്ചായത്ത്, അതുപോലെ തന്നെ ഗ്രാമസഭ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ താഴെ തട്ടുന്ന നമുക്ക് ഡെവലപ്മെൻറ്റിനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് ഡെവലപ്മെൻറ്റിനെ മുന്നോട്ട് കൊണ്ടുവരാൻ എങ്കിൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അതിനെയാണ് ലോക്കൽ ഗവേണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് പല ഡയമെൻഷൻസ് ഉണ്ട്.
ഉണ്ട്. എങ്ങനെയൊക്കെയാണ് ഇതിന് പവർ എങ്ങനെയൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഡീസെൻട്രലൈസേഷനിലൂടെ ഇപ്പോൾ പറഞ്ഞത്. പലതരത്തിലുണ്ട്. പൊളിറ്റിക്കലുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഉണ്ട്, ഫിനാൻഷ്യലി ഉണ്ട്, പിന്നെ ഫങ്ഷണൽ ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുക, എലാബറേറ്റ് ചെയ്തിട്ട് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ക്വസ്റ്റ്യൻസ്. ഇതിലെല്ലാം ഒന്നും നിങ്ങൾ എഴുതേണ്ടതല്ല, 5 ക്വസ്റ്റ്യൻസ് മാത്രമേ അറ്റംപ്റ്റ് ചെയ്യാനുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, 2 സെഷനായിട്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൽ ഓരോ സെഷനിലും 2 ക്വസ്റ്റ്യനെങ്കിലും മിനിമം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എല്ലാം സെഷൻ ബിന്ന് എടുത്തിട്ട് എഴുതാൻ പാടില്ല. പിന്നെ സെഷൻ 1 നിന്ന് ഒരു 2 ക്വസ്റ്റ്യൻസ് എടുക്കാം, 3 or 2 എടുക്കുക. രണ്ടാമത്തെ സെഷനിൽ നിന്ന് ഒരു 2 ക്വസ്റ്റ്യൻ എടുക്കുക. അപ്പോൾ 5 എണ്ണമായി. അങ്ങനെ ഈച്ച് സെഷനിൽ 2 എണ്ണം തീർച്ചയായിട്ടും എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ വായിച്ച് നോക്കുക, എന്താണ് എഴുതിയിട്ടുള്ളത് കറക്റ്റ് വായിച്ച് നോക്കിയിട്ട് ഉത്തരം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നോട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് സമ്മറൈസ് ചെയ്തിട്ടുള്ള നോട്ട്സാണ്. നിങ്ങൾക്ക് എക്സാം ഇപ്പോൾ ഏതായാലും അടുത്തു, അപ്പോൾ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളാവുന്ന നോട്ട്സാണ്. അത് വായിച്ച് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം എല്ലാം കവർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.